അപ്പൊ മമ്മൂക്കേനെ ചെറുപ്പം മുതലേ കാണുന്നുണ്ട്, ഒരുപാട് നല്ല ബന്ധങ്ങളുള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പോ ചെറുപ്പം മുതലേ നമ്മൾ വളരെ അത്രയും ആരാധനയോടുകൂടി കാണുന്ന മമ്മൂക്കയുടെ കൂടെ ഒരു പടം അഭിനയിക്കുന്നു. അപ്പോൾ മമ്മൂക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു ഫസ്റ്റ് അഡ്വൈസ് ഉണ്ടാവുമല്ലോ, അതായത് നമ്മൾ ഈ ഒരു മേഖലയ്ക്ക് കയറുമ്പോഴുള്ള ഒരു അഡ്വൈസ്, അങ്ങനെ എന്തെങ്കിലും മമ്മൂക്കയുടെ ഭാഗത്ത് നിന്ന്? നമ്മൾ ഈ സിനിമ ഇപ്പം ഞാൻ ഇപ്പം മമ്മൂക്ക എന്ന് പറഞ്ഞാൽ എനിക്ക് മൂത്താപ്പ പോലെ, എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠനെ പോലെയാണ്. അപ്പോൾ മൂത്താപ്പ ഞാൻ സിനിമയിൽ വരുന്നു എന്നതുകൊണ്ട് എനിക്കൊരു അഡ്വൈസ് അങ്ങനെ തരില്ല, പലപ്പോഴും എന്നെ കറക്റ്റ് ചെയ്യാറാണുള്ളത്. അപ്പോൾ ഈ അടുത്ത് ക്രിസ്റ്റഫർ എന്ന മൂവിയിൽ ഞാൻ മമ്മൂക്കയായിട്ട് വീണ്ടും അഭിനയിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ഈ സീൻ എങ്ങനെ ചെയ്യും, ഞാൻ എന്താണ് പെർഫോം ചെയ്യുന്നത്, ഞാനിങ്ങനെ സ്വയം ടെൻസ്ഡ് ആയിട്ട് ഇങ്ങനെ മാറി. മമ്മൂക്ക തൊട്ട് പുറയിൽ കസേരയിൽ ഇരിക്കുകയായിരുന്നു. എങ്ങനെ പെർഫോം ചെയ്യുന്നത് എന്തോ ഇങ്ങനെ അനാവശ്യമായ ടെൻഷൻ, ഒരു കാര്യമില്ല. എന്നെ പെട്ടെന്ന് വിളിച്ചു. അപ്പം എന്നെ ഇതുവരെ എൻ്റെ പേരെടുത്ത് വിളിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. വാപ്പച്ചി ഒരു പല ഇൻ്റർവ്യൂവിൽ പറയാറുണ്ട്, മമ്മൂക്ക നമ്മളെ പേരെടുത്ത് വിളിക്കും നമുക്ക് എന്തോ അല്ലെങ്കിൽ മറ്റേ ഡാ നീ ഒന്ന് എന്നൊക്കെ പറയുള്ളൂ. പെട്ടെന്ന് കാര്യം ഞാൻ അങ്ങനെ എന്തോ ചിന്തിച്ചിരിക്കണം, എന്നെ വിളിച്ചിട്ട് കേൾക്കില്ല. അപ്പോൾ ഷൈനെ നീ നിൽക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ മുട്ട് ലോക്ക് ചെയ്ത് നിൽക്കരുതെന്ന് പറയും. അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. നിങ്ങളുടെ കാലിങ്ങനെ മുട്ട് ലോക്ക് ഞങ്ങൾ നിൽക്കുന്നത്, നീ ഫ്രീ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ എൻ്റെ ഒന്നാമത് വളരെ മോശം ബോഡി പോസ്റ്ററുള്ള ഒരാളാണ്, എനിക്ക് ഒരുപാട് കൂനും. അപ്പോൾ കാലിൻ്റെ ലോക്ക് പെട്ടെന്ന് അത് കറക്റ്റ് ചെയ്യുന്നൊക്കെ. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കറക്ഷൻസ് എനിക്ക്. അതായത് നമ്മുടെ ഫിലിമുമായിട്ട് അല്ലെങ്കിൽ സ്ക്രിപ്റ്റുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ കറക്റ്റ് ചെയ്തു എന്നാണോ, അതോ? അതല്ല, ആ സ്പോട്ടിൽ എന്ത് കറക്ഷൻ വേണോ അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു യൂണിവേഴ്സൽ ഉപദേശം പോലെ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഞാൻ കുട്ടനാടൻ ബ്ലോഗ് എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂക്കയായിട്ട് അഭിനയിക്കുന്നത്, എന്തൊരു ഡയലോഗിൽ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ എടാ നീ എന്തിനാ കൈ ഇത്രയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ആക്ടിങ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പറയും, കണ്ണിന് ശേഷം ഏറ്റവും കൂടുതൽ നമ്മൾ മീനിങ്സ് കൺവേ ചെയ്യുന്നത് ഇമോഷൻ കൈയിലൂടെയാണ്. അപ്പൊ കൈ ഉപയോഗിച്ച് ഞാനെന്തോ ഞാൻ എത്ര കൈ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഓക്കെ, അപ്പോൾ വളരെ കൂളായിട്ട് എല്ലാം എടുക്കുന്ന ഒരു രീതി, ക്യാരക്ടർ ആയിട്ടുള്ള അല്ലേ? അതെ അതെ, ഞാൻ പറയാം, നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരേ കറക്ഷൻസ് ആണ് തരിക. അപ്പോൾ അങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് പെട്ടെന്ന് ഉൾക്കൊള്ളുകയും ചെയ്യും. ആൻഡ് ഇമീഡിയറ്റ് ഹെൽപ്പാണ്. ഇപ്പം എനിക്കൊരു ഉപദേശം തന്നു എന്ന് വിചാരിക്കാം, ഞാനത് എന്നും ഓർത്തിരിക്കാൻ പോകുന്നില്ല, നമ്മൾ മറന്നു. പക്ഷെ ആ സ്പോട്ടിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രാക്ടിക്കലി ഒരു കാര്യം ചെയ്ത് പഠിക്കുക എന്ന് പറയില്ല, എന്ന പോലെ നമ്മൾ പെട്ടെന്ന് ഉൾക്കൊള്ളാനും അത് പിന്നെ ചെയ്യാനും. ഓക്കെ, അപ്പോ എഡ്യൂക്കേഷൻ കഴിഞ്ഞു, ഒരു ബിസിനസ് ഒരു കരിയർ ആയിട്ട് എടുത്തു, അങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ബിസിനസ്സിലേക്ക്? എന്നല്ല, ഞാൻ പഠിച്ചു വരുമ്പോൾ വാപ്പച്ചി 2 ബിസിനസ് ഒന്ന് തുടങ്ങി. അതൊരു മാഗസീൻ തുടങ്ങി, പിന്നെ ഒരു ഹോട്ടലിൽ തുടങ്ങി. അപ്പോൾ വാപ്പച്ചി തുടങ്ങിയോ ഞാൻ അതിനൊപ്പം വേണം, അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഞാൻ അതിന് ഡിസൈഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇത് നോക്ക് കുറച്ച് അത് നോക്കുന്നു പറയും. അങ്ങനെയാണ്. അതിനിടയിലാണ് എനിക്ക് പത്തേമാരിലേക്ക് അഭിനയിക്കാനുള്ള അവസരം വരുന്നത്. ചെറുപ്പം മുതലേ അഭിനയിക്കണം എന്നുള്ളൊരു